ഇന്നൊരു തക്കാളി കറി ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു തക്കാളി കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം. വളരെ ഈസിയാണ്. നമുക്കിപ്പോൾ കറിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് മുട്ടക്കറിയായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ, അപ്പം കഴിക്കാൻ, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളിക്കറി. എന്നാൽ വളരെ ഈസിയാണ് താനും. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലൊരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ സ്പൂണാണ്. അപ്പോൾ ആ ഉലുവ പൊട്ടി വരുമ്പോൾ 2 സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ സബോളയാണ് 2. അത്യാവശ്യം വലിപ്പമുള്ള സബോള ഉണ്ടെങ്കിൽ 1 ഇട്ടാലും മതി. അപ്പോൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഞാൻ വെളുത്തുള്ളിയാണ് ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നാടൻ തക്കാളിക്കറിയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി നന്നായി വഴറ്റിയെടുക്കാം. കുറേ മൊരിയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. നന്നായി വഴറ്റി. അപ്പോൾ അതൊന്ന് വഴന്ന് വേഗമാവാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും. ഏതിനും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ചോറിന് അത് മാത്രം മതി. എനിക്കൊക്കെ അത് മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മല്ലിപ്പൊടി ഇതിലേക്ക് ഇടുന്നില്ല. ഗരം മസാല ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഞാനൊരു 5 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മൂടിയിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം, ചെറുതീയിലിട്ടിട്ട്. പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലായിടത്തൊന്ന് പോയി വന്നിട്ട് നമുക്കൊന്നും കറിയില്ല, എന്നിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയതാ, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ കൂടെ. ഇതൊന്നുമില്ല, 2 പപ്പടം വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് കൂടി ഉണ്ടെങ്കിൽ ഊണ് കുശാലാവും നമ്മുടെ. വേറെ ഒന്നും വേണ്ട. ഇത് നമുക്ക് മൂടിയിട്ടിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കാം നമുക്കിത്. നന്നായി ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഉടയ്ക്കണ്ട കേട്ടോ. അതെല്ലാം ഉടഞ്ഞ് ഇങ്ങനെ ഇതായി നിൽക്കണ്ട. ഒന്ന് കടിക്കാൻ പാകത്തിനാക്കിയിട്ട് പകുതിയോളം ഉടച്ചു കൊടുത്തിട്ട് നമുക്കിതിലൊരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ചാറാക്കി എടുക്കണം. അത് ഒഴിച്ച് കറിയാണ്. ഇത് ഞാൻ നാളികേരം അങ്ങനെയൊന്നും ചേർക്കില്ല, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒരു ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ ഒഴിച്ചത്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ആറിയിട്ടുണ്ട് വെള്ളം, തിളപ്പിച്ച വെള്ളം തന്നെയാണ്. ഒന്ന് ചെറിയ ചൂടുള്ളൂ. അപ്പോൾ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഉപ്പ് പാകമാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട, ഒരു 2-3 വേപ്പില ഞാൻ ഇട്ട് കൊടുത്തു. വേറെ ഒന്നും ചെയ്യാനില്ല. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.